അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. മനുവിനോട് ഇടുക്കിയിൽ ദേവുവിന്റെ സഹോദരനെ കാണാൻ പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അഗ്നിയെ കണ്ട് സംസാരിക്കാമെന്ന പ്രതീക്ഷയോടെ അജുവും മിത്തുവുമൊത്ത് കുറച്ച് നല്ല നിമിഷങ്ങൾ സ്വപ്നം കണ്ട് ശിവയും എങ്ങനെയെങ്കിലും ദേവുവിനെ സംസാരിച്ചു വീഴ്ത്തണം എന്ന വ്യാമോഹവുമായി മനുവും ആ രാത്രി നിദ്രയെ പുൽകി. രാവിലെ തന്നെ അഗ്നി ചികിത്സയിൽ കഴിയുന്ന ആശ്രമത്തിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മനയിലുള്ളവരെല്ലാവരും. നല്ല ഉറക്കത്തിൽ കിടന്നിരുന്ന മനു എല്ലാവരുടെയും തട്ടലും മുട്ടലും ഒക്കെ കേട്ടാണ് കണ്ണു തുറന്നത്. ആദ്യ ഉറക്കത്തിന് വിഘ്നം വന്നപ്പോൾ ദേഷ്യം തോന്നി. എന്നാൽ പിന്നീട് അവന്റെ മിഷൻ ദേവു എന്ന ദൗത്യം ഓർമ്മ വന്നപ്പോൾ മനു ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എല്ലാവരും കുളിച്ച് സുന്ദരന്മാരായി നിൽക്കുവാണ്. ഇത്ര രാവിലെ കുളിക്കണോ? ഇവനൊന്നും ഒരു പണിയില്ലേ? മനസ്സിൽ കരുതിക്കൊണ്ട് ചടപ്പോടെ സമയമൊന്ന് നോക്കി മനു. 4 മണി. ഒന്നാമത് വയനാട്ടിലെ മരം കോച്ചുന്ന തണുപ്പ്, അതിനൊപ്പം അതിരാവിലെ ഒരു കുളിയും കൂടി. അതൊരു ടാസ്ക് ആണല്ലോ എന്ന് ചിന്തിച്ചു പോയി അവൻ. സാധാരണയായിട്ട് ബാംഗ്ലൂരിൽ തണുപ്പ് സീസണാണെങ്കിൽ കുളിയേ അവന് ശീലമില്ല. പല്ല് തേപ്പ് പോലും പേരിന് വേണ്ടിയാണ്. ഇല്ലൊക്കെയല്ലേ, പെണ്ണിന് നിഷ്ഠയും വട്ടവുമൊക്കെ കാണും. അതുകൊണ്ട് ഇംപ്രഷൻ കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ മനുവും ഒരു കാക്കകുളിയൊക്കെ പാസാക്കി വന്നു. ടീഷർട്ടിനു മേലെ സ്വെറ്റ്ഷർട്ട് ഇട്ടപ്പോഴാണ് ശരീരോഷ്മാവ് പൂർവ്വസ്ഥിതിയിലായത്. അപ്പോഴേക്കും റൂമിൽ ആരെയും കണ്ടിരുന്നില്ല. വേഗം അവനും റെഡിയായി താഴേക്ക് വന്നു. താഴേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടത് കണ്ണും കണ്ണും നോക്കി കഥ പറയുന്ന മിത്തുവിനെയും ശിവയെയാണ്. അവൻ തെല്ല അസൂയോടെ അവരെ നോക്കി. ഒന്ന് പല്ല് കടിച്ചു. ശേഷം ദേവുവിനെ അവിടെ തിരിഞ്ഞെങ്കിലും അവന് കണ്ടെത്താനായില്ല. മിത്തുവിന്റെ കുടുംബം അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഉമ്മർത്തായി നിരന്ന് നിൽപ്പുണ്ട്. അപ്പോഴേക്കും ദേവു അവിടെ എത്തി. കാവില് വിളക്ക് വെച്ചിട്ടുള്ള വരവായിരുന്നു അവൾ. അജുവിന്റെ കണ്ണുകൾ അറിയാതെ തന്നെ ദേവുവിലെത്തി. നേവി ബ്ലൂ കളർ ചുരിദാറിൽ അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് അവന് തോന്നി. അവളുടെ കണ്ണുകൾ കരിഞ്ഞ പോലെ ചുവന്നിരുന്നു. അഗ്നിയുടെ അടുത്ത് പോകുന്നതിന്റെ സന്തോഷം കാവിലെ നാഗങ്ങളോട് പങ്കുവച്ചതാകുമെന്ന് അവന് മനസ്സിലായി. ആരുടെയൊക്കെ കാറിൽ കയറണമെന്നത് തീരുമാനിക്കുന്നൊരു തിരക്കായിരുന്നു. പിന്നീട് വാസുദേവൻ, ടീച്ചർ, ആദി മനുവിന്റെ കാറിൽ കയറാൻ തീരുമാനമായി. ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ആദി ഡ്രൈവ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ദേവുവിനെ തന്നെ നോക്കുന്ന മനുവിനെ ആദി ശ്രദ്ധിക്കുന്നത്. ഈ കുളക്കോഴിയെ ദേവുവിൻ്റെയൊക്കെ കൂടെ വിട്ടാൽ ഇവൻ ദേവുവിന് ശല്യാകും. അവൻ മനസ്സിൽ കരുതി മനുവിന്റെ അടുത്തേക്ക് നടന്നു. മനു, നീ എൻ്റെ കൂടെ വാ. ദേവുവിനെ നോക്കി നിന്ന മനുവിനെ ദർശന സുഖത്തിന് ഭംഗം സൃഷ്ടിച്ചുകൊണ്ട് ആദി മനുവിനോടായി പറഞ്ഞു. ഞാനോ? പോടാ, ഞാൻ വരുന്നില്ല. അവിടെ ഇത്രയും പേരില്ലേ, ഞാനും കൂടെ പോയാലേ സ്ഥലം കിട്ടില്ല. മനു ആദിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. ഡാ, അവരുടെ കൂടെ പോയാൽ എനിക്ക് ബോറടിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടാകും. പ്ലീസ് ഡാ, ആദ്യം അവനോടായി പറഞ്ഞു. അവിടെ ഓൾറെഡി ഫില്ലാണല്ലോ. ഞാൻ അവിടെയേ ഉള്ളൂ. അല്ലെങ്കിൽ അജുവിനോ അദർവിനോ എങ്ങാനും വിളിക്ക്. മനു കുറച്ച് ഈർഷ്യയോടെ പറഞ്ഞു. ഡാ പ്ലീസ്, കുറച്ച് ദൂരം വരെ മതി. അത് കഴിഞ്ഞ് ഞാൻ അദർവിനെയോ വൈശാഖിനെയോ മറ്റാരെങ്കിലോ വിളിക്കാം. ആദ്യം അവസാന അടവെടുത്തു. പകുതി വരെ മതിയെന്ന ആശ്വാസത്തിൽ അവസാനം മനു അവർക്കൊപ്പം കയറി. വാസുദേവനും മാഷും ടീച്ചറും ആദിയും മനുവുമായി ഒരു വണ്ടിയും, മിത്തുവും ശിവയും ദേവും അജുവും അദർവും വൈശാഖുമായിട്ട് മറ്റൊരു വണ്ടിയുമായി അവർ ഇടുക്കി ലക്ഷ്യമാക്കി ചുരമിറങ്ങി. ആശ്രമത്തിൽ തന്റെ കൈകാലുകൾ കുറച്ചുകൂടി അനായാസകരമായി ചലിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു അഗ്നി. അതിനൊപ്പം വീട്ടിൽ നിന്ന് എല്ലാവരെയും നാളുകൾക്ക് ശേഷം കാണാൻ വരുന്നുവെന്നറിഞ്ഞതും അവന്റെ സന്തോഷത്തിന്റെ മാറ്റു കൂടുകയാണ് ചെയ്തത്. എവിടെയും ശുഭസൂചനകൾ, ശുഭപ്രതീക്ഷകൾ. ആദ്യം പോയത് അജുവിന്റെ കാറായിരുന്നോ? ഡ്രൈവ് ചെയ്തത് അജുവും കോ ഡ്രൈവിംഗ് സീറ്റിൽ വൈശാഖുമാണ്. ദേവുവിനെ തിരഞ്ഞിടയ്ക്ക് അവന്റെ കണ്ണുകൾ ഗ്ലാസ്സിൽ കൂടി സഞ്ചരിച്ചു. എന്നാൽ അവൾ മറ്റേതോ ലോകത്തെന്ന പോലെയായിരുന്നു. അവൾ അഗ്നിയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു. അവൾ അവളുടെ ഏട്ടന്റെ കുഞ്ഞു പെങ്ങൾ മാത്രമാണ് ആ സമയമെന്ന് അജുവിനും തോന്നിപ്പോയി. മിത്തു ശിവയും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നുണ്ട്. വൈശു ഉള്ളത് അവരുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം തന്നെയായിരുന്നു. അതർ ഇടയ്ക്കിടയ്ക്ക് ദേവുവിനെ പാളി നോക്കുന്നുണ്ട്. അവന്റെ ഭാവം മാത്രം കണ്ണാടി കൂടി കണ്ട അജുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല. രാവിലെ ഇറങ്ങി തിരിച്ചതായതുകൊണ്ട്
എല്ലാവരും വിശന്ന് ക്ഷീണിതരായിരുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ട് അജു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് വണ്ടി ഒതുക്കി. അർജുനെ ഫോളോ ചെയ്തു വന്ന ആദിയും മനു തെല്ലൊരാശ്വാസത്തോടെ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. പക്ഷെ ഹോട്ടലിന്റെ ബോർഡ് കണ്ടപ്പോഴേക്കും ആശ്വാസം പമ്പ കടന്നിരുന്നു. അന്നപൂർണ വെജിറ്റേറിയൻ ഹോട്ടൽ. എല്ലാവരെയും ഇറങ്ങാൻ സഹായിച്ചു നിൽക്കുന്ന ആദിയെ അവൻ ഒന്ന് തോണ്ടി. എന്താടാ? എടാ. ആദ്യം അവനോട് പല്ല് കടിച്ച് അടക്കി പിടിച്ച ശബ്ദത്തിൽ ചോദിച്ചു. എനിക്കിവിടുന്നൊന്നും വേണ്ട, നീ വാ, നമുക്ക് വല്ല നോൺ വെജ് ഹോട്ടലിൽ പോയി കഴിക്കാം. മനു ആദിയോടായി പറഞ്ഞു. ആദ്യം അവനെ പിടിച്ച പിടിയാലെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്നപ്പോഴാണ് മറ്റേ വണ്ടിയിൽ കയറുന്ന കാര്യം മനു ഓർത്തത്. എന്നാൽ ആദ്യം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അവർ പഴയ പോലെ തന്നെ യാത്ര തുടർന്നു. കുറച്ചധികം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് അവർ ആശ്രമത്തിൽ എത്തിച്ചേർന്നത്. സെക്യൂരിറ്റിയോട് പെർമിഷൻ വാങ്ങി വാഹനം പാർക്കിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും ആശ്രമമൊക്കെ നോക്കിക്കാണുന്ന തിരക്കിലാണ്. മുളയും പനയോലയും ചേർന്ന് നിർമ്മിച്ച കുഞ്ഞു കുഞ്ഞു കുടിലുകള് വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ തരുന്നുണ്ടെന്ന് അജുവിന് തോന്നി. വിശാലമായ ഗാർഡനും കൃഷിത്തോട്ടങ്ങളും ഫാം ഹൗസും ഔഷധ സസ്യത്തോട്ടവും എല്ലാം കൂടി ചേർന്ന് വനാതിർത്തിയോട് അടുത്തായിരുന്നു ആ ആശ്രമം നിലകൊണ്ടത്. വിശാലമായ ഉദ്യാനത്തിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ആ ആശ്രമം പ്ലാസ്റ്റിക് ഫ്രീ ആണെന്ന് അർജുനും കൂട്ടർക്കും ഒരു അതിശയകരമായിട്ട് തോന്നി. നേരത്തെ വന്നതുകൊണ്ട് തന്നെ വൈശുവിനും മുതിർന്നവർക്കും ആശ്രമത്തെക്കുറിച്ചൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. ഓഫീസ് ലക്ഷ്യമാക്കി വൈശു അജുവും പോകുമ്പോൾ ആശ്രമത്തെക്കുറിച്ച് അവർക്കറിയാവുന്ന മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന തിരക്കിലായിരുന്നു മാഷൻ ടീച്ചറും. ആശ്രമത്തിന്റെ ഭംഗി നോക്കിക്കാണുകയാണ് ദേവവും മിത്തുവും. വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി അവർക്കവിടെ അനുഭവപ്പെട്ടിരുന്നു. പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കപ്പെട്ട കുടിലുകളും അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ എന്ന പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളും തണല് പാകി തണുപ്പേകി നിൽക്കുന്ന മരക്കൂട്ടങ്ങളും പക്ഷികളുടെ കളകളാരവങ്ങളും ഏവരുടെയും മനസ്സിന്റെ താപത്തെ കുറിച്ചിരുന്നു. മനു പോലും അവിടുത്തെ ഭംഗി മറ്റെന്തും മറന്ന് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും സ്വാമിജിയോടൊപ്പം അർജുനും വഹിച്ചു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാഷായ വസ്ത്രധാരിയായ നീണ്ട വെളുത്ത താടിയുള്ള നെറ്റിയിൽ വിഭൂതി പൂശിയ ശാന്തഭാവമുള്ള പൂർണേന്ദുവിന്റെ ശോഭ തൂകുന്ന സ്വാമിജിയെ കണ്ട് അറിയാതെ കൈ കൂപ്പിപ്പോയിരുന്നെല്ലാരും. ചൈതന്യം തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് ജ്ഞാനീ ഭാവം നിറഞ്ഞു നിൽപ്പുണ്ട്. നമസ്കാരം. തന്നെ നോക്കി കൈകൂപ്പുന്നവരെ കണ്ട് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നീട് ആഗതരെ എല്ലാവരെയും അദ്ദേഹം പരിചയപ്പെട്ടു. സമയം വൈകിക്കാതെ രോഗികളുടെ കുടിലേക്ക് പോകുവാനായി അദ്ദേഹം എല്ലാവരെയും ക്ഷണിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആശ്രമത്തിന്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് താമസം ഒരുക്കിയിരുന്നത്. ആദ്യം അമ്മയെ കാണുവാനായിരുന്നു സ്വാമിജി അവരെയും കൊണ്ടുപോയത്. ദേവുവിന്റെ മനസ്സ് സന്തോഷത്താലോ ദുഃഖത്താലോ സമ്മിശ്ര ഭാവത്തിൽ തുടികൊട്ടുന്നുണ്ട്. കണ്ണുകൾ നിറയുന്നുണ്ട്. അവളുടെ മാത്രമല്ല മിത്തുവിൻ്റെയും. എത്ര നാളുകൾക്ക് ശേഷമാണ് അമ്മയൊന്ന് കാണാൻ കഴിയുന്നത്. അമ്മയുടെ റിക്കവറി എളുപ്പത്തിൽ സാധ്യമല്ലെന്നത് ആദ്യമേ പറഞ്ഞിരുന്നു. തീരെയും പ്രതീക്ഷയില്ലാതെയാണ് ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നത്. മുന്നേയുള്ള ഓരോ സംഭവവികാസങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കുറച്ചു സമയത്തെ നടത്തത്തിന് ശേഷം അങ്ങനെ അവർ ഒരു കുടിലിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. കതക് അടഞ്ഞു കിടക്കുകയായിരുന്നു. കഥകൾ മുട്ടിയപ്പോൾ കാഷായ നിറത്തിലുള്ളതായ സാരി ധരിച്ച സ്വാമിനിയായ ഒരു സ്ത്രീ വന്ന് കതക് തുറന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ സ്വാമിയെ വന്ദിച്ച ശേഷം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു കുടിലിന്റെ മുന്നിലായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തടി കൊണ്ടുള്ള ഇരിപ്പിടത്തിലേക്ക് പോയി. ഓരോ കുടിലിന്റെ മുന്നിലും അത്തരം ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. ദേവു ആ മുറി ആകമാനം ഒന്ന് നോക്കിക്കണ്ടു. ചെറിയതും എന്നാൽ ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതുമായ ഒരു മുറിയായിരുന്നു അത്. ഒരാൾക്ക് കിടക്കാൻ പാകത്തിനുള്ള കയർ വരിഞ്ഞ ഒരു കട്ടിലിൽ കിടക്കുന്ന സ്ത്രീരൂപം നൈറ്റി പോലെയുള്ള ആകാശനീല നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ആശ്രമത്തിലെ രോഗികൾക്കായിട്ടുള്ള യൂണിഫോമാണതെന്ന് അവർക്ക് മനസ്സിലായി. അമ്മയെ കണ്ടതും അവളുടെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങൾ ഒരു പേമാരി പോലെ പെയ്യാൻ തുടങ്ങി. ആത്മസംയമനം വിട്ടവൾ വേഗത്തിൽ അമ്മയുടെ ബെഡിനടുത്തേക്ക് വന്നു. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അമ്മയുടെ മടിത്തട്ടിൽ ദുഃഖങ്ങൾ ഒഴുക്കിക്കളയാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ?
ആർത്ത് കരഞ്ഞുകൊണ്ട് അവരെ മുറുക്കി പുണരാൻ അവൾ തുടങ്ങവേ അമ്മയുടെ ആരോഗ്യസ്ഥിതി ഓർത്ത് നിയന്ത്രണം പാലിച്ചു. അവരുടെ ക്ഷീണം ബാധിച്ച തളർന്ന കൈകൾ തന്റെ കൈകളിൽ തഴുകി ചുണ്ടോട് ചേർത്തു ദേവു. അമ്മ എത്ര ചുംബിച്ചിട്ടും മതി വരുന്നില്ല. അമ്മയ്ക്ക് ചലിക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ പോലും തന്റെ മകളെ മാസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകളൊക്കെയും കണ്ട് ഇനിയും സഹിക്കാൻ കഴിയാതെ മിത്തുവും അവർക്കരികിലേക്കെത്തി. രണ്ടാളും ചേർന്ന് അമ്മയെ സ്നേഹം കൊണ്ട് പൊതിയുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവു കരയുന്നത് എന്തുകൊണ്ടോ അർജുന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കി. അനുവദിച്ച സമയം കഴിയാറായി എന്ന് സ്വാമിജി മുന്നറിയിപ്പ് നൽകിയത് പ്രകാരം ഒരിക്കൽ കൂടി അമ്മയുടെ നെറ്റിയിൽ മുകർന്ന് വേഗം സുഖമാകാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവും മിത്തുവും മറ്റുള്ളവരും അവിടെ നിന്ന് ഇറങ്ങി. മിക്കവരും കിടപ്പ് രോഗികളായിട്ടുകൂടി പ്രത്യേകിച്ച് ദുർഗന്ധമോ വൃത്തിക്കുറവോ ഒന്നും കണ്ടെത്താനാകാത്ത ആ ആശ്രമത്തിൽ നിന്നും അവിടെയുള്ള ഓരോ ആൾക്കാരുടെയും അർപ്പണബോധം മനസ്സിലാക്കുന്നതായിരുന്നു. നടന്ന് നടന്ന് ഔഷധ നിർമ്മാണശാലയുടെ മറുവശത്തായിട്ടുള്ള പുരുഷന്മാരുടെ കുടിലുകളുടെ മുന്നിലെത്തിയ എല്ലാവരും ദേവും മിത്തുവും കരഞ്ഞു കരഞ്ഞൊരു വഴിക്കായി. അഗ്നിയെ കാണാനുള്ള ആവേശത്തിൽ അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ദേവു വിഷമിച്ചിരുന്നു. ദേവും മിത്തുവും വൈശവും വാസുദേവനും ഒഴികെയുള്ളവർ കുടിലിന് പുറത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് പോയി. വാതില് മുട്ടിയപ്പോ അപ്പോയിട്ടനായിരുന്നു ഡോർ തുറന്നത്. അദ്ദേഹം അവരെ കണ്ടെന്ന് പരിചിതഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നമസ്കാരം നൽകി. അഗ്നി വളരെ സന്തോഷത്തിലായിരുന്നു. അവരെയൊന്ന് വാരി പുണരണം എന്നുണ്ടായിരുന്നുവെങ്കിലും ഇഷ്ടത്തിനൊത്ത് ചലിപ്പിക്കാൻ കഴിയാത്ത ശരീരം അവന് നിരാശ നൽകി. നിറഞ്ഞ കണ്ണുകളോടെ അഗ്നി തൻ്റെ അച്ഛനെയും പെങ്ങളെയും മിത്തുവിനെയും നോക്കി ഏട്ടാന്ന് വിളിച്ച് രണ്ടാളും രണ്ടു വശങ്ങളിലായി ചെന്ന് ബെഡിൽ കിടക്കുന്നവനെ ചേർത്ത് പിടിച്ചു. ഇതൊക്കെ കണ്ട് നിറമിഴികളോടെ പോകാനിറങ്ങിയ അപ്പുവേട്ടനെ അഗ്നി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഇതൊക്കെ ആരാണെന്ന് മനസ്സിലായ അപ്പുവേട്ട? അഗ്നി സന്തോഷത്തോടെ ചോദിച്ചു. ഇവരെ എങ്ങനെ അറിയാതിരിക്കുന്നത്? സംസാരിക്കാൻ തുടങ്ങിയ അന്നു മുതൽ കേൾക്കുന്നതല്ലേ ഏട്ടൻ്റെ പുന്നാര പെങ്ങന്മാരെക്കുറിച്ചും വൈശാഖിനെക്കുറിച്ചും ഒക്കെ. അല്ല, എവിടെ? അഗ്നിയുടെ മാഷച്ചനും ടീച്ചറമ്മയും. അത്ര നാൾ കേട്ട് സുപരിചിതരായവരെ നേരിക്കണ്ട ആവേശത്തിലായിരുന്നു അപ്പുവേട്ടനും. എല്ലാവരും വന്നിട്ടുണ്ട്. അവർ മാത്രമല്ല, വേറെ കുറച്ച് അതിഥികളും ഉണ്ട്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് കാണാം എന്ന ഉദ്ദേശത്തിലവരും. വാസുദേവൻ പറഞ്ഞു. അപ്പുവേട്ടാ, ഇതിലേതാ എൻ്റെ ദേവു, ഏതാ എൻ്റെ മിത്തു? പറയാൻ കഴിയോ? അഗ്നി കുസൃതിയോടെ ചോദിച്ചു. ഇതാണ് ദേവൂട്ടി, ഇതാണ് മിത്തൂട്ടി. അപ്പുവേട്ടൻ കറക്റ്റായി പറഞ്ഞത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അതെങ്ങനെ കൃത്യമായി പറഞ്ഞു? വൈശു കുറച്ച് കൗതുകത്തോടെ ചോദിച്ചു. അഗ്നി പറഞ്ഞത് കേട്ട് കണ്ട പോലെയാണ് നിങ്ങളെല്ലാവരും. അഗ്നി സംസാരിക്കാൻ തുടങ്ങിയ നാളെ മുതൽ കേൾക്കുന്നതാ നിങ്ങളെല്ലാരെയും കുറിച്ച്. അപ്പൂട്ടൻ പറഞ്ഞതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല. കാരണം അഗ്നിയുടെ ലോകം തന്നെ ഇവരാണെന്ന് അവർക്കറിയായിരുന്നു. അച്ഛാ, അച്ഛനെന്താ അവിടെ നിൽക്കുന്നേ? അടുത്തേക്ക് വരില്ലേ? അഗ്നി അവിടെ നിറകണ്ണുകളുമായി തങ്ങളെ നോക്കുന്ന വാസുദേവനോടായി ചോദിച്ചു. അവന്റെ ചോദ്യത്തിൽ അവിടെ മാറി നിന്ന അദ്ദേഹം അവനരികിലേക്ക് ചെന്നു. ദേവും മിത്തുവും അഗ്നിയുടെ അരികിൽ നിന്നും മാറിക്കൊടുത്തു. അദ്ദേഹം അവന്റെ തലയിൽ തലോടിയും തൊട്ടും മതിയാവാതെ വീണ്ടും വീണ്ടും ചുംബനങ്ങൾ ഏകിയും പുണർന്നും അടക്കി വെച്ച തന്റെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും കെട്ടഴിച്ചു. ഉണ്ണി, അവന്റെ മൂർത്താവിൽ തടവിക്കൊണ്ട് അദ്ദേഹം അവനെ വിളിച്ചു. അമ്മ. പറയാൻ വന്നത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വാമിജി എല്ലാം പറഞ്ഞിരുന്നു. അവൻ വിതുമ്പിപ്പോയ ശബ്ദത്തിൽ പറഞ്ഞു. ഒരു വേള എല്ലാവരും നിശബ്ദരായി. അപ്പോഴേക്കും സ്വാമിജി അകത്തേക്ക് വന്നിരുന്നു. അഗ്നി, തന്നെ കാണാൻ ഇന്ന് മറ്റു കുറച്ചുപേരും എത്തിയിട്ടുണ്ട്. അവൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അകത്തേക്ക് വരൂ. അദ്ദേഹം അവരെ മുറിയിലേക്ക് ക്ഷണിച്ചു. മനു ഒരു കോൾ വന്ന് റേഞ്ച് തപ്പി പുറത്തേക്ക് പോയി. അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വന്ന അർജുൻ അഗ്നിയെ ഞെട്ടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ്റെ മനസ്സ് സന്തോഷത്താൽ തുടികൊട്ടി. മനസ്സിൽ ഒളിപ്പിച്ചു വച്ചേക്കുന്ന ഒരുവളുടെ ഓർമ്മകൾ അവൻ്റെ ഉള്ളിലേക്ക് ഇരച്ചിറങ്ങി. കാണാതിരിക്കുമ്പോൾ മറന്നു പോയിരിക്കാം. അല്ലെങ്കിൽ അവൾ വീട്ടുകാരുടെ പ്രേരണയാൽ മറ്റൊരു വിവാഹത്തിലേക്ക് പോയിരിക്കാം എന്നൊക്കെയായിരുന്നു അത്രനാൾ അഗ്നി പ്രതീക്ഷിച്ചത്. എങ്കിലും അത്രമേൽ സ്നേഹിച്ചവൾ
തന്നെ മറന്ന് ജീവിക്കുമെന്ന് കൂടിയും അവൻ ചിന്തിച്ചിരുന്നു. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പലതും വീണ്ടും പുറത്തേക്ക് വരുവാൻ തുടങ്ങിയെങ്കിലും ഈ ശാരീരികാവസ്ഥയിൽ നിന്നും പൂർണ്ണമായ മോചനം തനിക്ക് സാധ്യമാണോ എന്നുകൂടി അവൻ ചിന്തിച്ചു പോയി. മുളച്ചു പൊന്തിയ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും നീർക്കുമുളകളുടെ ആയുസ് മാത്രമാണോ? മോനെ അഗ്നി. ഏതോ ചിന്തകളെ മേഞ്ഞു നടന്ന അവൻ്റെ മനസ്സ് ടീച്ചറമ്മയുടെ വിളികേട്ടാണ് തിരിച്ചെത്തിയത്. ചിന്തകളെ അവിടെയും ഉപേക്ഷിച്ചവൻ തൻ്റെ പോറ്റമ്മയെ സ്നേഹത്തോടെ നോക്കി. തൻ്റെ മകനെപ്പോലെ അവർക്കൊപ്പം വളർന്നവനെ കണ്ട് വിതുമ്പലടക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ. അഗ്നിയും കരഞ്ഞു തുടങ്ങി. അയ്യോ, ടീച്ചറമ്മയുടെ ഉണ്ണിക്കുട്ടൻ കരയാ? നല്ല തല്ല് തരൂട്ടോ ഞാൻ. കിടന്ന കിടപ്പിൽ നിന്ന് എൻ്റെ ഉണ്ണി ഇത്രയും ആയില്ലേ? എൻ്റെ മോന് വേഗം എഴുന്നേക്കാൻ കഴിയും. മോൻ പഴയ പോലെ ആരോഗ്യവാനായി വരണം. നിങ്ങൾ രണ്ടാളും വീണപ്പോൾ തളർന്നു പോയ ഞങ്ങളാ. ഇനി നിങ്ങളുടെ തിരിച്ചുവരവോടു കൂടി എല്ലാം പഴയ പോലെ ആവും. സംഗീതവും നൃത്തവും ബഹളവും നിങ്ങളുടെ കുസൃതികളും എല്ലാം മനയിൽ നിറയണം ഇനിയും. അഗ്നിയുടെ കണ്ണുകൾ അവരുടെ വാക്കുകൾ കേൾക്കെ പിന്നെയും നിറഞ്ഞൊഴുകി. മനസ്സിൽ മുഴുവനും മനയും അവിടുത്തെ സുന്ദര നിമിഷങ്ങളും അവിടെ പതിഞ്ഞ കുറച്ച് വ്യക്തികളും മാത്രമായിരുന്നു. അവിടേക്ക് ഓടിയെത്തുവാനായി അവൻ്റെ മനസ്സ് വല്ലാതെ തുടികൊട്ടി. മാഷച്ചൻ അവൻ്റെ മൂർത്താവിൽ പതിയെ തലോടി. രണ്ടാളും മുത്തം കൊണ്ട് അവനെ പൊതിഞ്ഞു. കണ്ടു നിന്നവരുടെ കണ്ണുകളെ കൂടി അവരുടെ ആത്മബന്ധം നനയിച്ചിരുന്നു. അപ്പോട്ടൻ തോളിക്കിടുന്ന തോർത്തുകൊണ്ട് കണ്ണീരൊപ്പി പുറത്തേക്ക് നടന്നു. കുറച്ചു നേരം വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ച ശേഷമാണ് മറന്നുപോയ പ്രിയപ്പെട്ട അതിഥികളെക്കുറിച്ച് ടീച്ചറമ്മയ്ക്ക് ഓർമ്മ വന്നത്. മോനെ അഗ്നി, ഇവർ നമ്മുടെ മനയിൽ താമസിക്കുന്ന കുട്ടികളാണേ. ടീച്ചറമ്മ അവനെ പരിചയപ്പെടുത്താൻ തുടങ്ങുകയാണ്. അഗ്നിയുടെ അവസ്ഥയിൽ അവൻ്റെ ജീവനും പ്രാണനുമായ മനവിറ്റത് അവനോട് പറഞ്ഞിരുന്നില്ല. അവൻ പിന്നെയും അർജുനെയൊന്ന് അത്ഭുതത്തോടെ നോക്കി. അർജുൻ്റെ മുഖത്തൊരു കുസൃതി ചിരി മിന്നിമായുന്നത് അഗ്നിക്ക് മാത്രം മനസ്സിലായി. മാറിക്കൊടുത്തപ്പോൾ അവർ 4 പേരും അവൻ്റെ അടുത്തേക്ക് വന്നു. ഹായ് അഗ്നി, ഐ എം അർജുൻ, അർജുൻ സായിറാം. അഗ്നിയോട് തികച്ചും ഫോമലായി സംസാരിക്കുന്നവനെ മറ്റു 3 പേരും അത്ഭുതത്തോടെ നോക്കി. സ്വന്തം പെങ്ങളെ പ്രേമിക്കാൻ അഗ്നിക്ക് ലൈസൻസ് കൊടുത്തവനോട് ആദ്യമായി കാണുന്ന ഒരാളെപ്പോലെയുള്ള സംസാരം 3 കിളി പറത്തിയിരുന്നു. തുടരും.